ക്രീച്ചറായി മാറിയിട്ടുള്ള ഒരു കുട്ടി ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഈ കുട്ടീനെ കണ്ടിട്ടാണ് റോക്കി ഒച്ചപ്പാട് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ബില്ലി വന്നിട്ട് അവനെങ്ങനെ വിളിക്കുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ആ ഒരു പക്ഷിയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുള്ള ആ ഒരു ക്രീച്ചർ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് ബില്ലിയെ കണ്ട സമയത്ത് തന്നെ ബില്ലിനെ നല്ല രീതിയിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ആണെങ്കിൽ ഇപ്പൊ അവനെ തള്ളി മാറ്റുന്നുണ്ട്. ഈ ഒരു ക്രീച്ചറിന്റെ കാലിലുണ്ടായിരുന്ന ആ ഒരു കൂർത്ത നഖം വെച്ചിട്ട് അവന്റെ ഷോൾഡറിൽ നല്ല രീതിയിൽ അമർത്തി ഇങ്ങനെ വലിക്കുകയാണ്. ഇപ്പൊ ബ്ലഡ് ഇങ്ങനെ പുറത്തേക്ക് ഒരുപാട് ഒഴുകാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇവന്റെ കയ്യിൽ ഇങ്ങനെ വേദന വന്നു കഴിഞ്ഞപ്പോ ഇവനും അവന്റെ ഉള്ളിലുള്ള ആ ഒരു ക്രീച്ചറിന്റെ ആ ഒരു ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പം ആ ഒരു പക്ഷിയുടെ രൂപത്തിലുണ്ടായിരുന്ന ക്രീച്ചർ അവനെ തന്നെ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഈ ഒരു ബഹളം ഒച്ചപ്പാടൊക്കെ കേട്ടിട്ട് സാം അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. സാം ഇപ്പൊ ഈ ഒരു ക്രീച്ചറിനെ നോക്കി ഒച്ചയിടാണ്. എന്റെ മോനെ ഒന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ കിടന്ന ഒരു മരക്കമ്പ് എടുത്ത് വീശുന്നൊക്കെ ഉണ്ട്. എന്നിട്ട് ബില്ലിനെ കൂട്ടിയിട്ട് അവിടുന്ന് പോവാണ്. ഈ ഒരു ക്രീച്ചർ ആണെങ്കിൽ അവരെ തന്നെ നോക്കി അങ്ങനെ നിൽക്കാണ്. ഇപ്പൊ ബില്ലിനെ കാറിൽ കയറ്റിയിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാനായിട്ട് അതിവേഗം ആ റോഡിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കയ്യിലുള്ള ആ ഒരു മുറിവ് കണ്ടിട്ട് സാമു നല്ല ടെൻഷനിലാണ്. അതുകൊണ്ട് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബില്ലി ഇപ്പൊ പറയാണ് ഇത് കുഴപ്പമൊന്നുമില്ല, വെറുതെ ടെൻഷൻ ആവണ്ട, നേരെ റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്കുന്ന ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ സാമു പറയുന്നുണ്ട് അത് ചെറിയ മുറിവൊന്നുമല്ല, നല്ലോണം ബ്ലഡ് പുറത്തേക്ക് വരുന്നുണ്ടല്ലോ, അപ്പൊ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാന്ന് പറയുന്നുണ്ട്. പക്ഷെ ബില്ലി അതിന് സമ്മതിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചെന്നിട്ട് എന്തെങ്കിലും ടെസ്റ്റ് ഒക്കെ എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവനും ക്രീച്ചറായിട്ട് മാറിക്കൊണ്ടിരിക്കുക എന്നുള്ള കാര്യം മറ്റുള്ളവർ അറിയരുതെന്ന് വിചാരിച്ചിട്ടാണ് ബില്ലി അങ്ങനെ പറയുന്നത്. സാമാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിലേക്ക് തന്നെ പോവാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഇടയിൽ കാറിന് കുറുകെയായിട്ട് ഒരു കുതിര വന്ന് ചാടുന്നുണ്ട്. സാമ് വണ്ടി അവിടെ ചവിട്ടി നിർത്തുകയാണ്.